നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. എന്തായാലും ഇന്നൊരു നല്ലൊരു വെള്ളിയാഴ്ച അല്ല വീണ വിജയന്, പിണറായി വിജയന്റെ മകൾക്ക്. കാരണം ഇ ഡി വീണ വിജയനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും കഴിഞ്ഞ 27-ാം തീയതി വീട്ടിൽ ചെന്ന് ഉണ്ടാക്കിയ പുകലൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇ ഡി നേരെ കൊച്ചിയിലെ ഇ ഡിയുടെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞത്. പക്ഷേ വീണ വിജയൻ എത്തില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു. തനിക്ക് ആരോഗ്യ പ്രശ്നമാണ് അത്രേ, തനിക്ക് ബുദ്ധിമുട്ടുണ്ട് അത്രേ. അപ്പോൾ എന്തെങ്കിലും വിവരങ്ങൾ ഇടിക്ക് വേണമെങ്കിൽ താനത് ഇമെയിലായോ അല്ലെങ്കിൽ മറ്റ് രേഖകൾ പ്രകാരമോ ഒക്കെ എത്തിക്കാമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് ശ്രീലാപിള്ളയാണ്. ശ്രീലാപിള്ള, എന്താണ് ശരിക്കും ഇനി അങ്ങോട്ട് ഇഡിയുടെ നിലപാട് എന്തായിരിക്കും? തീർച്ചയായും രാജേഷ്, ആദ്യം മുതൽ തന്നെ ഈ കേസിൽ വളരെ കൃത്യമായ എവിഡൻസ് ഉണ്ട് എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. CPM-കാരാണ് അങ്ങനെ ഒരു എവിഡൻസേ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസേ ഇല്ല, അതിന് സാധുതയില്ല എന്ന രീതിയിൽ CPM-കാരും അതുപോലെ തന്നെ CMRലും ഈ കേസിൽ ഒരിടത്തും വീണ ഈ കേസിനെ പ്രതിരോധിക്കാൻ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീണയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് CMRൽ തന്നെയാണ്. അതിൽ നിന്ന് തന്നെ CMRലും വീണയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് എവർക്കും അറിയാവുന്ന കാര്യവുമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇഡിക്ക് ആദ്യ തവണ മാത്രമേ വീട്ടിലെത്തി ചോദ്യം ചെയ്യേണ്ട ആവശ്യമുള്ളൂ വീണയെ എന്നുള്ളതാണ്. അതിനുശേഷം സംശയം തോന്നിയാൽ എവിടേക്കും വിളിച്ചു വരുത്താൻ പറ്റും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ആദ്യഘട്ടത്തിൽ വീട്ടിൽ വന്ന് ചോദ്യം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ തന്നെ ഉണ്ടാക്കിയ കോലാഹലങ്ങൾ നമുക്ക് എവർക്കും അറിയാവുന്നതാണ്. കേരളത്തിലെ CPM അതിന് കുടപിടിക്കുകയായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഏതായാലും ഇപ്പോൾ കാണുന്ന ഒരു പോസിറ്റീവായ മാറ്റം, ഇപ്പോൾ വീണ വിജയൻ എന്ന് പറയുന്നത് വീണ തായ്ക്കണ്ടി എന്ന് മാധ്യമങ്ങളെ കൊണ്ട് പറയിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അതൊരു അവരെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. എന്നാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായ, അല്ലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പോസിറ്റീവായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രതിരോധിക്കാൻ CPM ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. അതായത് അച്ഛൻ മകളെ തള്ളി പറഞ്ഞില്ലേ? അതെ, തീർച്ചയായിട്ടും ഇവർക്ക് മനസ്സിലായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ EDയെ ആക്രമിക്കാൻ ഇറങ്ങിയാൽ എന്താണ് സംഭവിക്കുക എന്നത് ഏകദേശ രൂപം മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രതിരോധത്തിലേക്ക് വേണ്ട എന്ന രീതിയിൽ പല രീതിയിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്നലെയും പത്തനംതിട്ടയും കൊല്ലം ജില്ലാ കമ്മിറ്റിയും ഒക്കെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയത് എന്നുള്ളതാണ്. ഏതായാലും വീണ വിജയനെ ഇപ്പോൾ വീണ തൈക്കണ്ടി എന്ന് മാത്രമാണ് മാധ്യമങ്ങളും, എനിക്ക് തോന്നുന്നു ഇന്നലെ റിപ്പോർട്ടർ ചാനലിന്റെ ഒരു ലൈവ് ഞാൻ കാണാനിടയായി. ആ ലൈവിൽ റിപ്പോർട്ടറെ കൊണ്ടും, അതായത് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടറെ കൊണ്ടും ആങ്കറും ഒരേ സമയം വീണ തൈക്കണ്ടിയിൽ വീണ ടി എന്ന് പറയുമ്പോൾ എഴുതി കാണിക്കുന്നതെല്ലാം കറക്റ്റ് ആവുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു അജണ്ട ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വീണ വിജയൻ വീണ തൈക്കണ്ടി ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സാധിക്കാനില്ല. വീണ വിജയൻ പിണറായി വിജയന്റെ മകൾ അല്ലാതാവുന്നുമില്ല. പക്ഷെ അപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, ഇപ്പോ പ്രതിരോധത്തിന് ഇറങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എങ്കിലും വീണ്ടും സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അപ്പീൽ പോയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനുള്ള സമയമാണ് ഇപ്പോൾ എടുക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നീട്ടിക്കൊണ്ടുപോകാനോ എന്തെങ്കിലും സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് കുറച്ചു കാലം കൂടി ഇത് നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതായത് ED നോട്ടീസ് കൊടുത്ത ഉടൻ തന്നെ പെട്ടെന്ന് സുഖമില്ലാതാകുന്നു. അത് മാത്രമല്ല, വിശദീകരണം ഭയങ്കര രസകരമായ ഒരു വിശദീകരണമാണ്. അവർക്ക് നൽകിയ കത്ത് ഒരു രസകരമായ കത്താണ്. ആലോചിച്ച് നോക്കൂ, വീണ വിജയൻ ആരാണ്? ഒരു സാധാരണ പൗര എന്നതിനപ്പുറത്തേക്ക് എന്ത് ആധികാരികത അല്ലെങ്കിൽ എന്ത് ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു പവറാണ് അവർക്കുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു സാധാരണ പൗരനെയാണ് ഇങ്ങനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നെങ്കിൽ തനിക്ക് എപ്പോഴെങ്കിലും വരാൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയത്ത് വരാം എന്ന് പറയുകയോ, ഇതിൽ ഞാൻ മനസ്സിലാക്കുന്ന മറ്റു സമയത്ത് വരാമെന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. ഈ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം, അതായത് ചോദ്യാവലി തയ്യാറാക്കി അയച്ചിട്ടുണ്ട്. അതിനൊപ്പം എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്ന് ED പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യാവലി തയ്യാറാക്കി അയച്ചതും ഈ ഡോക്യുമെന്റ്സും എല്ലാം താൻ തന്റെ അഭിഭാഷകന്റെ കൈവശം കൊടുത്തുവിടാം എന്നുള്ളതാണ്. അതായത് ചെന്നപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നതിൽ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന നല്ല പേടി വീണയ്ക്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ്, കാരണം ഇത് കൃത്യമായ എവിഡൻസ് ആണ്. ഇപ്പോ പറയുന്നത് SFIO അന്വേഷണ റിപ്പോർട്ടുകൾ ഒന്നും തന്നെ EDക്ക് നൽകരുത് എന്ന വാദം എത്ര ബാലിശ്യമാണ്. ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിക്ക് ഇത് സംബന്ധിച്ച് വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ അന്വേഷണ ഏജൻസിയോട് കൃത്യമായി ചോദിച്ചാൽ ഏത് അന്വേഷണ ഏജൻസിക്കാണ് മറ്റന്വേഷണ ഏജൻസിക്ക് വിവരങ്ങൾ കൈമാറാതിരിക്കാൻ സാധിക്കുക? കേരളത്തിൽ ഒരുപക്ഷെ അതൊക്കെ സാധിച്ചേക്കും. പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലത്ത് നിയമപരമായി ഇത് ഇല്ലീഗലായി ഇതൊക്കെ സാധിക്കുമെന്നല്ലാതെ നിയമപരമായി ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും EDയുടെ നീക്കം ഇനി എന്തായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായി ഒരു പ്രാവശ്യമൊക്കെ അവധി ചോദിച്ചാൽ കൊടുക്കാം. പക്ഷെ അത് സാധാരണക്കാരനായിരുന്നുവെങ്കിൽ എന്തായിരുന്നു അവസ്ഥ എന്നുള്ളതാണ്. ഇപ്പോ വെറും ഒരു സാധാരണക്കാരി മാത്രമാണ് വീണ വിജയൻ. ഒരു കമ്പനി ഓണർ അല്ല,
ആരുമല്ല. ആ ഉണ്ടായിരുന്ന കമ്പനി പൂട്ടിക്കെട്ടി വീട്ടിലിരിക്കുന്ന ഒരാളാണ്. ഇത്രയും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ടെന്ന് ഇഡിക്ക് ബോധ്യമുള്ള ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇഡി മുന്നോട്ട് പോകുന്നത് വളരെ കൃത്യമായി തന്നെയാണ്. ഇഡി കോടതിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇഡിക്ക് പ്രത്യേകിച്ച് ധൃതിയോ അല്ലെങ്കിൽ ഇവർ പറയുന്നത് പോലെ രാഷ്ട്രീയ പ്രേരിതവുമല്ല. കോടതിയിൽ സമർപ്പിക്കപ്പെട്ട രേഖകളുടെ അടിസ്ഥാനത്തിൽ ആ രേഖകൾ വെച്ചുകൊണ്ട് കോടതി പറയുന്ന അനുസരിച്ച്, കോടതി പറഞ്ഞു നിങ്ങൾക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞപ്പോഴാണ് ഇഡി വന്ന് റെയ്ഡ് ചെയ്തത്. ഇഡിക്ക് റെയ്ഡ് ചെയ്യാനുള്ള അവകാശമുണ്ട്. റെയ്ഡ് ചെയ്യുന്ന സമയത്ത് ആരെയും പുറത്തുവിടില്ല എന്നുള്ള നിയമമാണ്. പിണറായി വിജയൻ എന്തിനാണ് തടഞ്ഞു വെച്ചതെന്ന ചോദ്യം തന്നെ ബാലിശമാണ്. ഏതൊരു വീട്ടിൽ ഇഡി അല്ല അന്വേഷണ ഏജൻസികൾ റെയ്ഡ് ചെന്നാലും അവിടെ നിന്നും പുറത്ത് ആരെയും വിടില്ല, പുറത്തുനിന്ന് ആരെയും അകത്ത് കയറ്റില്ല. അതൊരു നിയമം തന്നെയാണ്. അപ്പൊ അതിൽ പിണറായി വിജയന് മാത്രം ഇളവ് കൊടുക്കണമെന്ന് പറയുന്നത് ഏത് അർത്ഥത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും ഇഡി പിടിച്ചുകൊണ്ട് പോയവരുടെയൊക്കെ അവസ്ഥ എന്താണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാവും CPM ഏതായാലും ഇത്തരത്തിലുള്ള കലാപരിപാടികളിൽ നിന്ന് ഒഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും അത് മാത്രമല്ല, ഇഡി ആസ്ഥാനത്തേക്കൊക്കെ ചെന്നാൽ പണി മാറും എന്നറിയാം. കേരള പോലീസിലെ ഉന്നതർക്കുമായിരുന്നു ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവിടെ ആക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്നും ആ കേസിലെ പല പ്രതികളും പുറത്തുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്വേഷണത്തിൽ മെല്ലപ്പൊക്കുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കൃത്യമായ ആൾക്കാരെ എല്ലാം അറസ്റ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പോലീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായി ചില പ്രതികളെ വിട്ടുകൊടുക്കുകയായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സോഷ്യൽ മീഡിയയിലും മറ്റും വലിയ പ്രതിരോധം ഉയർത്തിയത് കൊണ്ട് മാത്രം അറസ്റ്റ് ചെയ്യപ്പെട്ട ചിലരുണ്ട്. അല്ലാതെ ഒരു തരത്തിലും, അത് മാത്രമല്ല, ആലോചിച്ച് നോക്കൂ, ഇപ്പോ കഴിഞ്ഞ ദിവസം BJPയുടെ ഒരു കൗൺസിലറെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യാൻ കാണിച്ച നാടകം നമ്മൾ കണ്ടതാണ്. അയാൾ വീട്ടിലുണ്ടായിരുന്നപ്പോൾ അയാളുടെ ആ വീഡിയോയിലൊന്നും എവിടെയും കാണുന്നില്ല അയാൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. അയാളെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ അയാൾ അതൊന്ന് ചെറുത്ത് നിൽക്കാൻ ശ്രമിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു പോലീസുകാരനെയും ആക്രമിക്കുന്നത് കാണുന്നില്ല. മുഴുവൻ സമയം വീഡിയോ പിടിച്ച് ഇവരെങ്ങനെയാണ് അത് മാത്രം അക്രമം മാത്രം ഇല്ലാതെ പോയത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ പ്രേരിതമായ ചില കാര്യങ്ങളുണ്ട്. CPM-നെ തൊടാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും പേടിയാണ് എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് അടക്കം CPM-നെ തൊടാൻ പേടിയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് രണ്ടുപേരും തമ്മിൽ എല്ലാ കാലത്തും നടന്ന കൂട്ടുകച്ചവടത്തിന്റെ ഭാഗം കൂടിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ഈ കേസിൽ ഇഡി വളരെ കൃത്യമായ അന്വേഷണവുമായാണ് മുന്നോട്ട് പോകുന്നത്. ഇഡിയുടെ അന്വേഷണത്തെ തടയിടാൻ കഴിയില്ല. തീർച്ചയായും ഇഡി അടുത്ത ദിവസത്തേക്ക് നോട്ടീസ് നൽകും, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് ഇഡി പിടിച്ചുകൊണ്ട് പോകേണ്ട സാഹചര്യം ഉണ്ടാകും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത് ഒരു സാധാരണ വ്യക്തിയാണ് വീണ വിജയൻ. ഈ സാധാരണ വ്യക്തി എന്തുകൊണ്ട് ഇഡി എന്ന അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഹാജരാകുന്നില്ല? അതിനുള്ള ചങ്കൂറ്റം എന്തുകൊണ്ട് കാണിക്കുന്നു? ഒന്നുകിൽ അത് പ്രതിപക്ഷ നേതാവിന്റെ മകൾ എന്ന പരിഗണന, അല്ലെങ്കിൽ ഒരു ബേപ്പൂർ MLA-യുടെ പ്രതിപക്ഷ MLA-യുടെ ഭാര്യ എന്ന ഒരു പരിഗണന. ഇത് രണ്ടും വെച്ചിട്ടായിരിക്കുമല്ലേ വീണ വിജയൻ ഇഡിയെ ഇപ്പോഴും അവരുടെ മുന്നിൽ ഹാജരാകാതെ പ്രതിരോധിച്ച് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈയൊരു 26 പ്രതികളെ പിടിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ 26 പ്രതികളെയാണ് ആകെ പിടിച്ചത്. 300 പ്രതികളുണ്ട്. കണ്ടാൽ അറിയുന്ന 300 പേരിൽ 200 പേരെങ്കിലും പിടിക്കണമെന്നാണ് പോലീസിന് അന്ന് നൽകിയ നിർദ്ദേശം. അന്ന് സർക്കാർ ചുമതലയേറ്റ ആ സമയമാണ് UDF സർക്കാർ. ഇപ്പോഴും 26 പ്രതികളെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. പക്ഷെ ആ പിടിച്ച പ്രതികളുടെ കാര്യം പരമ ദയനീയമാണ്. പലരുടെ വീട്ടിലും നമ്മൾ അവസ്ഥ കണ്ടതാണ്. പക്ഷെ അവരെല്ലാം കുടുങ്ങിപ്പോയി. ഇനി ഈ കേസിൽ ഒരു തീരുമാനം ഉണ്ടാകാതെ ഇവർക്ക് ജാമ്യം കിട്ടില്ലെന്ന് ഉറപ്പായിട്ടുണ്ട്. മറ്റു പല കേസിലും ഇവരൊക്കെ പ്രതികളാണ്. പോലീസ് ഇവരൊക്കെ കോടതിയിൽ കൊണ്ടുപോയി അതിനൊക്കെ ജാമ്യം എടുത്ത് തിരിച്ചു കൊണ്ടുവരുന്നുമുണ്ട്. ഈ പ്രതികളെ പിടിക്കാൻ അന്ന് ഇഡി വ്യക്തമായ നിർദ്ദേശം നൽകിയതാണ്. പ്രതികളെ എല്ലാവരും പിടിക്കണം, ഗൂഢാലോചന നടത്തി ഉദ്യോഗസ്ഥരെ പിടിക്കണം. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്ന് നിസ്സംഗതയും നിഷ്ക്രിയത്വവുമാണ്. കാരണം പോലീസ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാരണം സിറ്റി പോലീസ് കമ്മീഷണർ കാർത്തികിനെ സ്ഥലം മാറ്റിയിരിക്കും. പുതിയ അരുൺ ബി കൃഷ്ണയാണ് പുതിയ തിരുവനന്തപുരത്തിന്റെ സിറ്റി പോലീസ് കമ്മീഷണർ. അന്ന് കമ്മീഷണർ അവധിയിലായിരുന്നു. അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു, തലപ്പത്തുള്ളവരെ മാറ്റുന്നു. മറ്റു പ്രതികളെ പിടിക്കാൻ പോലീസ് മെനക്കെടുന്നില്ല. കാരണം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഈ പ്രതികളുണ്ട്. ആ പാളയ ഏരിയ കമ്മിറ്റിയിൽ ആ ദൃശ്യങ്ങൾ കണ്ടുവെക്കാൻ തന്നെ അവിടെയുള്ളവർ തന്നെയാണ് പ്രതികളും മറ്റു പ്രതികളും. എന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത്? തീർച്ചയായിട്ടും CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണത്. ഇഡി അന്ന് പിണറായി വിജയന്റെ വീട്ടിൽ വന്നപ്പോ ഇഡിയെ 8 മണിക്കൂറോളം നീണ്ടു നിന്ന ഒരു റെയ്ഡ് നടക്കുന്നു. അവിടെ ആൾക്കാർ ക്രമാനുഗതമായി കൂടുന്നു. ആ കൂടുന്ന സമയത്തൊന്നും അവിടേക്ക് ഇഡിക്ക് എത്തിച്ചേരാനോ ഇഡിക്ക് അവിടെ ഒന്ന് പുറത്തിറങ്ങാനോ, അല്ലെങ്കിൽ അവിടേക്ക് അത്രയും പേര് അവിടേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ ഇഡിയെ ആക്രമിക്കാനുള്ള ഒരു സാധ്യതയെ കുറിച്ച് മുൻകൂട്ടി കാണാനോ കേരള പോലീസിന് കഴിഞ്ഞില്ല എന്ന് പറയാൻ കഴിയില്ല. അന്ന് എവിടെയായിരുന്നു വിവിധ സംഘവും ഒക്കെ? ആകാശത്തേക്ക് വെടിവെക്കേണ്ട സാഹചര്യം ഉണ്ടായത് സുഗതനും 4 പേരും കൂടി നിന്നപ്പോഴാണോ? സുഗതനും സുഗതന്റെ ഭാര്യയും ബാക്കിയുള്ളത് പോലീസുകാരുമാണ് ആ വിഷ്വൽ നമ്മൾ കാണുന്നത്. അവർ തന്നെ കേരള പോലീസ് തന്നെ പുറത്തുവിട്ട വിഷ്വൽ നമ്മൾ കാണുന്നത് സുഗതനും സുഗതന്റെ ഭാര്യയും 4
പോലീസുകാരെയുമാണ്, വേറെ ആരെയും അതിനകത്ത് കാണാനില്ല. നല്ല അതിന് വൈരാഗ്യത്തിന്റെ പേരിലാണ്. കാരണം അതിന് വൈരാഗ്യത്തിന്റെ പേരില്ല. കാരണം LDF ഭരണത്തിന്റെ അവസാന കാലത്താണ് അവിടെ ഒരു സുഗതനൊരു മറ്റൊരു വിഷയമായി തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ കാണുന്നത് ED ആക്രമിക്കും എന്ന് മുന്നറിയിപ്പ് ഉണ്ടായിട്ടും അത്രയും പേർ CPM-കാർ അവിടെ തടിച്ചുകൂടിയിട്ടും ഒന്നും അവിടെ പോലീസിനെ ഇറക്കാതെ പോലീസിനെ വെച്ച് സംരക്ഷിച്ചുകൊണ്ട് വീണ വിജയനെ സംരക്ഷിക്കാൻ കോപ്പ് കൂട്ടിയത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ വീണ വിജയന് വേണ്ടി കളത്തിലിറങ്ങിയത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണോ എന്ന സംശയം ബാക്കിയാവുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആലോചിച്ച് നോക്കൂ. 2 MLA-മാർ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവിന്റെ മകളാണ് എന്നതുകൊണ്ട് മാത്രം നിയമവ്യവസ്ഥയിൽ ഒഴിഞ്ഞു നിൽക്കാൻ അവർക്ക് കഴിയുമോ? അവർ വേണമെങ്കിൽ, അതായത് ആ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒരു പ്രതിയാണ് അവർ. ഒരു പ്രതിയോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾക്ക് ആ പ്രതി പറയുകയാണ് ഞാൻ എഴുതി കൊടുത്തു വിടാമെന്ന്. എന്ത് തരത്തിലുള്ള നിയമവ്യവസ്ഥയാണിത്? ഞാൻ എഴുതി എന്റെ വക്കീലിനെ കൊടുത്തു വിടാമെന്ന് പറയാൻ ഇവരാരാ? ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അല്ലെ ഇന്ത്യൻ പ്രസിഡന്റോ? അമിത്ഷാ അടക്കമുള്ളവർ അന്വേഷണ ഏജൻസികളുടെ മുന്നിലെത്തുകയും അന്വേഷണത്തെ നേരിടുകയും ചെയ്താണ് രാഷ്ട്രീയ രംഗത്ത് തിരിച്ചു വന്നത്. ഇവിടെ വീണയ്ക്ക് എന്താണ് കൊമ്പുണ്ടോ? വീണ എന്തുകൊണ്ടാണ് ഞാൻ വേണമെങ്കിൽ എഴുതി കൊടുത്തു വിടാം എന്ന് പറയുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അപ്പൊ കേരളത്തിലെല്ലാം നിയമത്തിന് ഇളവുണ്ടോ? അങ്ങനെയുണ്ടോ? EDക്ക് എന്തെങ്കിലും റിലാക്സേഷൻ ഉണ്ടോ കേരളത്തിൽ വരുമ്പോ? തീർച്ചയായിട്ടും ED വളരെ കൃത്യമായി കോടതി എന്ത് പറയുന്നു അതിനനുസരിച്ച് കൃത്യമായി അന്വേഷണത്തിലേക്ക് പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ കേസിൽ കൃത്യമായ എവിഡൻസ്, ഇന്ന് വരെ പിടിച്ചിട്ടുള്ള കേസുകളെക്കാളെല്ലാം കൃത്യമായ എവിഡൻസ് ഉണ്ട്. അതായത് ഈ CMRL കൊടുത്ത പണം, സാധാരണഗതിയിൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് CMRL വീണയ്ക്ക് പണം കൊടുത്തത് ഒരു കമ്പനിക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇവരെല്ലാം പറയുന്നത് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വാർത്തയുടെ അടിയിലോ ഒക്കെ വന്ന് കുഞ്ഞാലിക്കുട്ടി പോയി രമേശ് ചെന്നിത്തല പുറകെ പോകുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിക്കും ഒക്കെ പറഞ്ഞു നിൽക്കാൻ വേറൊരു ഗ്രൗണ്ട് ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പാർട്ടിക്ക് വാങ്ങിയതാണെന്ന് അവർക്ക്, ഇനി വാങ്ങിയതല്ലെങ്കിൽ പോലും പാർട്ടിക്ക് വേണ്ടി വാങ്ങിയ പണമാണ് എന്നവർക്ക് സമർത്ഥിക്കാൻ കഴിയും. ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും മറ്റ് ഇതുപോലുള്ള കമ്പനികളുടെ നിന്ന് പണം പറ്റാറുണ്ട്. അവരുടെ പ്രവർത്തന മൂലധനം ഇത്തരം ഫണ്ടുകൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ നേരെ മറിച്ച് വീണയ്ക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണയുടെ അക്കൗണ്ടിലേക്ക് ഒരു കമ്പനിയിൽ നിന്ന് ഒരു കമ്പനിയിലേക്ക് പണം വരുമ്പോൾ അതിനുള്ള സേവനം നൽകിയോ എന്ന ചോദ്യത്തിന് മാസം 8 ലക്ഷം രൂപയാണ് വീണയുടെ മാസപ്പടി. വീണയ്ക്ക് മാത്രം. അതാ മനസ്സിലാക്കേണ്ടത്. കമ്പനിക്കും വീണയ്ക്കും രണ്ടുപേർക്കും വ്യക്തിഗതമായി പണം കൊടുക്കുമ്പോൾ അതിൽ അഴിമതിയുണ്ട് എന്ന് വളരെ വ്യക്തമായി നമുക്ക് സാധാരണക്കാർക്ക് പോലും അറിയാം. CPM-കാർക്ക് മാത്രമാണ് ക്യാപ്സൂളുകൾ ഇറക്കിക്കൊണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് CPM-കാർക്ക് മാത്രമേ പറയാൻ കഴിയൂ. മറ്റാർക്കും പറയാൻ കഴിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആടിനെ പട്ടിയാക്കുന്നവരാണ്. അതുകൊണ്ട് അവരെന്തും പറയും. പക്ഷെ ഇവിടെ ഒരു കമ്പനിയിൽ നിന്ന് കമ്പനിയിലേക്ക് പണം കൊടുക്കുമ്പോൾ ഒരു സേവനത്തിന് കൊടുക്കാം. ആ സേവനം കിട്ടിയിട്ടില്ല, അങ്ങനെ ഒരു സേവനം ഉണ്ടായിട്ടില്ല എന്ന CMRL തന്നെ സമ്മതിച്ചു. ആ പണത്തിന് വീണ ടാക്സ് അടയ്ക്കുന്നു. ടാക്സ് അടയ്ക്കുമ്പോൾ അത് കള്ളപ്പണമായിരുന്നു, അത് വെളുത്തു. അതിൽ വളരെ കൃത്യമായി PMLA ആക്ട് ഉപയോഗിക്കാം. ഇതെല്ലാം വളരെ കൃത്യമായ കാര്യമാണ്. നിയമത്തിന്റെ മുന്നിൽ ഏറ്റവും കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അപ്പോ അവിടെ നിന്നും വീണയെ രക്ഷിച്ചെടുക്കാനുള്ള വ്യഗ്രത കാണിക്കുന്നതിന് പിന്നിൽ എന്താണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ED കൃത്യമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ വീണ്ടും ഹാജരാകാൻ നോട്ടീസ് കൊടുക്കും. അങ്ങനെ 2-3 തവണ ഹാജരാകാൻ നോട്ടീസ് നൽകി കഴിഞ്ഞാൽ അത് വാറണ്ടാക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അത്തരം ഒരവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. വീണ സുപ്രീം കോടതി വരെ പോകാനുള്ള ഒരു സാവകാശ CMRL-ന് സുപ്രീം കോടതി, അതായത് വീണയല്ല പോകുന്നത്. ഏറ്റവും ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് 90 ലക്ഷം രൂപയിലധികം, 90 കോടി രൂപയിലധികം, ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 90 ലക്ഷം രൂപയിലധികം പൈസ കൊടുത്തുകൊണ്ടാണ് ഓരോ കേസിലും അഭിഭാഷകരെ ഇറക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ കേസിന് തന്നെ ഏതാണ്ട് 9.5-10 കോടി രൂപ ഇപ്പോൾ തന്നെ നിലവിൽ ചിലവാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വീണയ്ക്ക് വേണ്ടി CMRL ഇത് ചെലവാക്കണമെങ്കിൽ ഇവർ തമ്മിൽ നടത്തിയിട്ടുള്ള ഡീൽ എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വരണ്ടേ? യഥാർത്ഥത്തിൽ ഡീൽ നടന്നത് പിണറായി വിജയനുമായിട്ടാണ്. പക്ഷെ വീണയ്ക്ക് അങ്ങനെ ഒരു മറയുള്ള കമ്പനി ഉണ്ടാക്കാനും ആ കമ്പനി വഴി അതിനുള്ള സഹായവും പിണറായി വിജയനാണ്. നമുക്കറിയാം ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാകുന്നത് ആദ്യമല്ല. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അവസാനത്തെ നമുക്കറിയാം ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലും സ്വപ്ന സുരേഷ് എത്തിയതും സ്വപ്ന സുരേഷ് താമസിച്ചതും എക്സാലോജിക്കിന്റെ 1 കിലോമീറ്ററിനപ്പുറത്തുള്ള ഹോട്ടലിലാണ്. ഇവിടെ നിന്നും കൊറോണ കാലത്ത് കടത്തിക്കൊണ്ടുപോയത് നമുക്കറിയാം സ്വപ്നയെ. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സർക്കാരിന്റെ, പിണറായി വിജയന്റെ എല്ലാ കള്ളത്തരങ്ങളുടെയും ഒരു പങ്കാളി വീണ വിജയനായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അത് പിണറായി വിജയന് അത് നേരിട്ട് കണക്ട് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് വീണ വിജയന്റെ കമ്പനിയിലേക്ക് പണം എത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇതിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനും സംശയനിഴലിൽ തന്നെയാണ്. പിണറായി വിജയന്റെ മകൾ എന്നതിനപ്പുറത്തേക്ക് സാധാരണ അമൃതയുടെ ഡീംഡ് കോളേജാണ് അമൃത. അവിടെ എഞ്ചിനീയറിംഗിന് പഠിച്ച ഒരു പെൺകുട്ടി പെട്ടെന്ന് ഒരു കമ്പനി തുടങ്ങുന്നു, രവിപിള്ളയുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നതെന്ന് അറിയില്ല. ഒരു സാധാരണ ആവറേജ് ആയ ഒരു പെൺകുട്ടി
എഞ്ചിനീയറിംഗിന് പോകുന്നു, അവിടെ നിന്ന് പെട്ടെന്ന് രവി പിള്ളയുടെ കമ്പനിയിലേക്ക് എത്തുന്നു, പെട്ടെന്ന് സ്വന്തമായി കമ്പനി തുടങ്ങുന്നു, ആ കമ്പനി ഉത്തരോത്തരം വളരുന്നു, ലാഭത്തിലേക്ക് പോകുന്നു. പ്രതിസന്ധി, അതായത് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, കേസുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടാകുമ്പോൾ പെട്ടെന്ന് കമ്പനി ഇല്ലാതാകുന്നു. അവിടെയാണ് ഇതിന്റെ മുഴുവനുള്ള കള്ളത്തരങ്ങളുള്ളത്. അപ്പൊ ഈ കമ്പനി ഉണ്ടാക്കിയത് തന്നെ ഇതൊരു കടലാസ് കമ്പനി ഉണ്ടാക്കി അതുവഴി പണം, പിണറായി വിജയന്റെ അഴിമതി പണം വരുത്താനുള്ള ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. ഏതായാലും പിണറായി വിജയൻ, ഷോൺ ജോർജ് പറഞ്ഞത് വളരെ കൃത്യമാണ്. ഈ വീണ വിജയൻ ഒരു ഇടനിലക്കാരിയാണ്, പിണറായി വിജയനായിരുന്നു അതിന്റെ ഉപഭോക്താവ് എന്നുള്ളതാണ്. അത് പക്ഷേ മകൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് കൊണ്ടും മകൾ ഇടനിലക്കാരി ആയതുകൊണ്ടുമാണ് ഇപ്പോൾ വീണ വിജയൻ പ്രതിസന്ധി ഉണ്ടായി. തീർച്ചയായും എന്തായാലും നമുക്ക് കൂടുതൽ വീണ വിജയനെതിരെ ഇ ഡി എന്തൊക്കെ നടപടി കൈക്കൊള്ളുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ അവസാനിപ്പിക്കുന്ന ഒരു വാക്ക് പറയട്ടെ, കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കൂടി CPM-കാർക്ക് ഒരു നല്ല കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ള കേസിൽ നിന്ന് രക്ഷിച്ച് പിണറായി വിജയന്റെ മകളുടെ പുറയിലേക്ക് വിട്ടിട്ടുണ്ട്. ഇനി ഇ ഡി നോക്കിക്കൊള്ളും. അപ്പോൾ സ്വർണ്ണക്കൊള്ള കേസ് അവിടെ അവസാനിച്ചു. നമുക്ക് മറ്റൊരു വിഷയം ചർച്ച ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം, അല്ലെ? കാത്തിരിക്കാം, നമുക്ക് എന്താണ് സംഭവിക്കുന്നത്. തീർച്ചയായും ഇ ഡിയുടെ നടപടികൾക്കായി കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. തീർച്ചയായും കാത്തിരിക്കാം.